ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. അപ്പോൾ ഈ വീഡിയോയിൽ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, അതുപോലെ 14 to 80% വരെ റിട്ടേൺ തരുന്ന ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിഫ്റ്റി 10,100 എബോവ് ക്ലോസ് ആയി. സെൻസസ് 290 പോയിന്റ്സ് ഗെയിൻ ചെയ്തിരിക്കുകയാണ്. ഇൻഡസ് ഇന്ത്യ ബാങ്ക് 10% ഉയർന്നു. ഇപ്പോൾ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഓട്ടോ സെക്ടർ, മെറ്റൽ ഇൻഡസ്ട്രി ലോവർ ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ബാങ്ക് സെക്ടർ 3.5% ഉയർന്നിരിക്കുകയാണ്, ഫോളോഡ് ബൈ IT, ഇൻഫ്ര ആൻഡ് ഫാർമ ആൻഡ് എനർജി. സെൻസസ് 290 പോയിന്റ്സ് കൂടി 34,247 ക്ലോസ് ആയി. അതുപോലെ നിഫ്റ്റി 69 പോയിന്റ്സ് കൂടി 10,116 ക്ലോസ് ആയിരിക്കുന്നു. 1,503 ഷെയർസ് അഡ്വാൻസ്ഡ് ആയി, 1,005 ഷെയർസ് കുറഞ്ഞു, 155 ഷെയർസ് അൺചേഞ്ച്ഡ് ആയി. മേജർ ഗെയിനേഴ്സ് ആയ സ്റ്റോക്കുകൾ നിഫ്റ്റിയിൽ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇൻഡസ് ഇന്ത്യ ബാങ്ക്, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, കൊഡാക് മഹീന്ദ്ര ബാങ്ക്, ശ്രീ സിമൻസ്, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. മേജർ ലൂസേഴ്സ് ആയത് ഹെറോ മോട്ടോകോർപ്പ്, ഗെയിൽ, കോൾ ഇന്ത്യ, ബജാജ് ഓട്ടോ, ടാറ്റ സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾ. ഇനി ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്ത സ്റ്റോക്കുകൾ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ദ്വാരികേഷ് സുഗർ ക്വാർട്ടർലി റിസൾട്ട് നോക്കാം. 37% ആണ് ലാസ്റ്റ് ഇയറിനെ കാട്ടി ഗെയിൻ ചെയ്തിരിക്കുന്നത്. ₹44.26 crores ആണ്. റവന്യൂ 118% ഗെയിൻ ചെയ്തിരിക്കുന്നു. ദെൻ ഗോദ്രേജ് കൺസ്യൂമറുടെ ഷെയർ പ്രൈസ് 4% കുറഞ്ഞു. ആഫ്റ്റർ വിവേക് ഗംഭീർ റിസൈൻ ചെയ്തിരിക്കുകയാണ്. MD അല്ലെങ്കിൽ CEO പോസ്റ്റിൽ നിന്ന് റിസൈൻ ചെയ്തതിനു ശേഷമാണ് ഈ ഒരു സ്റ്റോക്ക് കുറഞ്ഞത്. IOC aims to operate refineries at 90% capacity. ക്രൂഡ് ഓയിൽ കുറഞ്ഞിരിക്കുകയാണ്. ആഫ്റ്റർ റൈസ് ഇൻ ക്രൂഡ് ആൻഡ് ഫ്യൂവൽ സ്റ്റോക്ക് പൈൽസ് അറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ബാങ്ക് ഓഫ് ബറോഡ മാർജിനൽ കോസ്റ്റ് റിവൈസ് ചെയ്തിരിക്കുകയാണ്. 1 മന്തിന് 7.35 ആൻഡ് MCLR 7.20, 3 monthsന് 7.35, 6 monthsന് 7.50, 1 ഇയറിന് 7.65 ആക്കി. ഗോൾഡ് ഗെയിൻ ചെയ്തിരിക്കുകയാണ്. ദെൻ PSU ബാങ്ക് 3% ഗെയിൻ ചെയ്തു. യൂക്കോ ബാങ്ക്, IOB, സെൻട്രൽ ബാങ്ക് ഗെയിൻ ചെയ്തു. ദെൻ റുപ്പി എങ്ങനെ ട്രേഡ് ചെയ്യും നോക്കാം. ഇന്ത്യൻ റുപ്പി ഇറേസ്ഡ് മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഗെയിൻ. ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ആയിരിക്കുന്നത്. 75.59 ആണ്. ലാസ്റ്റ് ക്ലോസ് 75.61. ധനുക അഗ്രിടെക് ക്വാർട്ടർലി റിസൾട്ട് എങ്ങനെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത് നോക്കാം. പ്രോഫിറ്റ് 46% കൂടിയിരിക്കുകയാണ്. ലാസ്റ്റ് ഇയറിനെക്കാട്ടി റവന്യൂ 18.1% ഗെയിൻ ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സ് 2% ഗെയിൻ ചെയ്തിരിക്കുകയാണ്. പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, ഒബ്രോയ് റിയാലിറ്റി, ഫിനെക്സ് മിൽസ്, ദെൻ DLF ഗെയിൻ ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റ് ഗ്രീനിലാണ് ഓപ്പൺ ആയത്. ദെൻ NSEയിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ബേസ്ഡ് ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ബജാജ് ഫൈനാൻസ്, HDFC ബാങ്ക്, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, RBL ബാങ്ക്, റിലയൻസ്, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, SBI, ഐഡിയ, TCS തുടങ്ങിയ സ്റ്റോക്കുകൾ. കൊഡാക് മഹീന്ദ്ര ബാങ്കിന്റെ ഷെയർ പ്രൈസ് 2% ഗെയിൻ ചെയ്തിരിക്കുകയാണ്. ആഫ്റ്റർ ദ മോർഗൻ സ്റ്റാൻലി ഓവർ വെയ്റ്റ് ടാർഗറ്റ് 1475 ആക്കിയതിനു ശേഷം. ഇനി ടോപ്പ് ഗെയിനേഴ്സ് ടെക്നോളജിയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. TCS, HCL ടെക്നോളജീസ്, വിപ്രോ, ഒറാക്കിൾ, ഫിൻസർവ്, എംഫോസിസ്. ഇനി ടോപ്പ് ലൂസേഴ്സ് ടെക്നോളജിയിൽ ഇൻഫോസിസ്, L&T ഇൻഫോടെക്, മൈൻഡ്ട്രീ, NIT ടെക്നോളജീസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. CLSA ഓൺ ടൈറ്റൻ ടാർഗറ്റ് പ്രൈസ് 855. നേരത്തെ ഉണ്ടായിരുന്ന 810, അതിന്ന് ഇപ്പോൾ റൈസ് ആയിരിക്കുകയാണ്. NSEയിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ബജാജ് ഫൈനാൻസ്, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, HDFC ബാങ്ക്, റിലയൻസ്, RBL ബാങ്ക്. PSEയിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയത് ഇൻഡസ് ഇന്ത്യ ബാങ്ക്, RBL ബാങ്ക്, ബജാജ് ഫൈനാൻസ്, ഇന്ത്യ മാർട്ട് ഇന്റർ, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ. ഭാരതി എയർടെൽ ടു റീസ്റ്റാർട്ട് സ്റ്റേക്ക് സെൽ ഇൻ ഭാരതി ഇൻഫ്ര അറിയിച്ചിരിക്കുകയാണ്. ദെൻ ബാങ്ക് ഇൻഡെക്സ് 1% ഗെയിൻ ചെയ്തു. RBL ബാങ്ക്, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, കൊഡാക് മഹീന്ദ്ര ബാങ്ക് ഗെയിൻ ചെയ്തിരിക്കുകയാണ്.
ഗ്രീനിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്കുകൾ ഏതൊക്കെയാ നോക്കാം. ഫിൻ കേബിൾസ്, HEG, ഹാവൽസ്, BHEL, GM ഇൻഫ്ര, SKF ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾ. വോളിയം ബേസ്ഡിൽ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഐഡിയ, BHEL, RBL ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, സുസ്ലോൺ, GL ഇൻഫ്ര, SBIN, ആർകോം, അശോക് ലെയ്ലാൻഡ്, PNB തുടങ്ങിയ സ്റ്റോക്കുകളാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസിംഗ് ന്യൂസ്. ഇനി നമുക്ക് ലാർജ് ക്യാപ്പില് അനലിസ്റ്റുകൾ അറിയിച്ചിരിക്കുന്ന ബെസ്റ്റ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, അതായത് നമുക്ക് നല്ല റിട്ടേൺസ് 14-43% വരെ റിട്ടേൺ തരുന്ന 12 സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ വരുന്നതാണ് UPL, ITC, SBI, HDFC ബാങ്ക്, ബയോകോൺ, HDFC, ICICI ബാങ്ക്, then ബജാജ് ഫൈനാൻസ്, ആക്സിസ് ബാങ്ക്, കോൾഗേറ്റ് പാൽമോലിവ്, ബജാജ് ഓട്ടോ, HCL ടെക്നോളജീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ. UPL 42.8% ആണ് റിട്ടേൺസ് തന്നിരിക്കുന്നത്. അതുപോലെ ITC 30.9%, SBI 30.1%, then HDFC ബാങ്ക് 28.2% ആണ് റിട്ടേൺ തന്നിരിക്കുന്നത്. ബയോകോൺ 24.2%, HDFC 22.3%, then ICICI ബാങ്ക് 20.4% റിട്ടേൺ തന്നിരിക്കുന്നു. ആക്സിസ് ബാങ്ക് 19.1%, then കോൾഗേറ്റ് പാൽമോലിവ് 18% ആണ് റിട്ടേൺ തന്നത്. ഇനി ഓരോ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ബജാജ് ഫൈനാൻസിന്റെ ടാർഗറ്റ് 2940, 20% വരെ റിട്ടേൺ തന്ന ഒരു സ്റ്റോക്കാണ്. കമ്പനിയുടെ ലിക്വിഡിറ്റി സർപ്ലസ് എന്ന് പറയുന്നത് 15,725 crores ആണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ബൈ ടാർഗറ്റിലാണ് ഇരിക്കുന്നത്. HDFC ബൈ ടാർഗറ്റ് 2168, 22% വരെ റിട്ടേൺ തരുന്നു. ഇൻഡിവിജ്വൽ ലോൺസ് HDFCയുടെ 18% ഗെയിൻ ചെയ്തിരിക്കുന്നത്. then ICICI ബാങ്ക് മോർഗേജ് അല്ലെങ്കിൽ റീറ്റെയിൽ ബുക്ക് 20.4% വരെ റിട്ടേൺ തന്നിരിക്കുന്നു. ടാർഗറ്റ് 420. ITC നോൺ സിഗരറ്റ് സെഗ്മെന്റ്സ് 34-54% ആണ് ലാസ്റ്റ് ഇയർ ആ ഒരു സിഗരറ്റ് സെഗ്മെന്റ് ഷെയർ, നോൺ സിഗരറ്റ് സെഗ്മെന്റ് ഷെയർ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഹൈക്കാണ് ഈ ഒരു സംഭവിച്ചിരിക്കുന്നത് ഈ ലോക്ക്ഡൌൺ സമയത്ത്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 240% റിട്ടേൺ തന്നിരിക്കുന്നു. ടാർഗറ്റ് 30% റിട്ടേൺ ആണ്. ഡിജിറ്റൽ ഇനിഷ്യേറ്റ്സ് അതായത് ബ്രാഞ്ച് വൈസ് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് നല്ല എല്ലാ ബ്രാഞ്ചിലും നല്ലോണം പെർഫോം ചെയ്തിരിക്കുകയാണ്. 60% ആണ് ഹൈ വന്നിരിക്കുന്നത്. ബയോകോൺ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഷെയർ ഗെയിൻ, അതുപോലെ പുതിയ ലോഞ്ചസ്, ബയോളജിക് സെഗ്മെന്റ് ഇതൊക്കെ ഇൻക്രീസ് ആയിരിക്കുകയാണ്. ലാസ്റ്റ് ഇയർ നോക്കുമ്പോഴത്തേക്ക് 24% വരെ റിട്ടേൺ തന്ന ഒരു സ്റ്റോക്കാണ്. HCL ടെക്നോളജീസ് ഒരു ഷോർട്ട് ഇമ്പാക്റ്റ് ആണ്. കോവിഡ് ഔട്ട് ബ്രേക്കിൽ നല്ല ഒരു എഫിഷ്യൻസി കാണിച്ച ഒരു സ്റ്റോക്കാണ് HCL ടെക്നോളജീസ്. പിന്നെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ദെൻ കോൾഗേറ്റ് പാൽമോലിവ് ഷെയർ പ്രൈസ് ടൂത്ത് പേസ്റ്റ് സെഗ്മെന്റ് ആണ് കോൾഗേറ്റ് പാൽമോലിവിന്റെ. സ്ട്രോങ് ടീത്ത് എന്ന് പറഞ്ഞിട്ട് 18% റിട്ടേൺ ആണ്. ടാർഗറ്റ് 1620. ഓൾമോസ്റ്റ് എല്ലാ ബാങ്കിങ് സെക്ടേഴ്സും നല്ല റിട്ടേൺ തരുന്നു. അതിലാണ് HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് ഒക്കെ വരുന്നത്. UPL റോബസ്റ്റ് പെർഫോമൻസ് ആണ്. ഇന്റഗ്രേഷൻ അതുപോലെ ബയോ സൊല്യൂഷൻസ് ബേസ്ഡില് ലാർജസ്റ്റ് സപ്ലയർ ഓഫ് ഓർഗാനിക് പോർട്ട്ഫോളിയോ ആണ്. സോ അത് 42.8% വരെ റിട്ടേൺ തരുന്നു. ദെൻ ബജാജ് ഓട്ടോ 3267 ആണ് ടാർഗറ്റ്. 17% വരെ ഈ ഒരു സ്റ്റോക്ക് റിട്ടേൺ തരുന്നത്. അപ്പൊ ഈ ഇത്രയും 10 സ്റ്റോക്കുകളാണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. 14-43% വരെ റിട്ടേൺ തരുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനെ വരത്തുള്ളൂ. കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ടിപ്സ് എൻറ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. 2 സെഗ്മെന്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക.
പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയർഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഹാപ്പി ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.